എല്ലാവർക്കും SSC-RRB മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് വാസ് ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോംഡ് ഇൻ ഒക്ടോബർ 1953? 1953 ഒക്ടോബറിൽ ഫോം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, നാഗാലാൻഡ്, ഹരിയാന. ഏതാണ് അത്? ആന്ധ്രാപ്രദേശാണ്. അപ്പം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ശ്രദ്ധിച്ചോ? അത് ഒക്ടോബർ 1953. അപ്പം ആന്ധ്ര ഫോം ചെയ്തത് എന്നാണെന്ന് ചോദിക്കുക. ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്തത് എന്നാണ്? 1953 ഒക്ടോബർ 1-നാണ്. അപ്പം നമ്മൾ മദ്രാസ് പ്രൊവിൻസിൽ നിന്നും ആന്ധ്ര സ്റ്റേറ്റ് ആയിട്ട് മാറിയതാണ് 1953 ഒക്ടോബറിൽ. അതിനുശേഷം എന്താണ്? ഹൈദരാബാദിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്നത്, അതായത് തെലങ്കാന പ്രൊവിൻസുമായിട്ട് ചേർന്നിട്ട് 1956 നവംബർ 1-ന് ആന്ധ്രാപ്രദേശായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 1953 ഒക്ടോബർ 1-ന് എന്താണ്? ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആണ്, അതായത് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1953 മദ്രാസ് പ്രൊവിൻസിൽ നിന്നും എന്താണ്? ആന്ധ്ര സ്റ്റേറ്റ് ആയിട്ട് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1956 നവംബർ 1-ന് എന്താണ്? ഹൈദരാബാദിലെ തെലങ്കാന പ്രൊവിൻസ്, അതായത് തെലുങ്ക് സംസാരിക്കുന്ന ആ ഒരു റീജിയൺ ഈ ആന്ധ്ര സ്റ്റേറ്റിനോടുകൂടി ചേർന്നിട്ട് 1956 നവംബർ 1-ന് ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. അവ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. അങ്ങനെയെങ്കിൽ ആന്ധ്ര എന്നാണ് ഫോം ചെയ്യുന്നത്? 1953 ഒക്ടോബർ 1-നാണ് എന്ത്? ആന്ധ്ര ഫോം ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ഹൈദരാബാദിലെ തെലുങ്ക് സംസാരിക്കുന്ന, അതായത് തെലങ്കാന പ്രൊവിൻസും കൂടെ ചേർന്നിട്ട് ഈ ആന്ധ്രയുടെ കൂടെ ചേർന്ന് 1956 നവംബർ 1-ന് ആന്ധ്രാപ്രദേശും ഫോം ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്നും പല ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം, അത് ഏത് വർഷമാണ് രൂപം കൊണ്ടതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഏത് വർഷമാണ് രൂപം കൊണ്ടതെന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അങ്ങനെ പല ചോദ്യങ്ങളും വരാം. അപ്പം നിങ്ങൾ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. രണ്ടുണ്ട്. നമുക്ക് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്തതുകൊണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നും കുറച്ച് ഭാഗം കൂടെ ചേർത്ത് ആന്ധ്രാപ്രദേശ് ഫോം ചെയ്ത ഒരു വർഷവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. എന്നിട്ട് അതിനകത്ത് എന്താണ് ഓപ്ഷൻസും നോക്കുക. ഓപ്ഷൻസിൽ ചിലപ്പോൾ മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ കാണൂ. ഒന്നെങ്കിൽ 1953 ഒക്ടോബർ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ 1956 നവംബർ കാണും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കാര്യമെന്നും ഓർത്തിരിക്കുക. Which are the 5 items transferred from the state list to concurrent list by the 42nd Constitutional Amendment Act of 1976? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് 5 ഐറ്റംസ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മുടെ രാജ്യത്ത് ചില കാര്യങ്ങൾക്ക് എന്താണ് സമ്പൂർണ്ണ അധികാരം, അല്ലെങ്കിൽ അതിലെ നിയമങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള സമ്പൂർണ്ണ അധികാരം ആർക്കായിരിക്കും? അത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ചില കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാങ്കിങ്, അതുപോലെ തന്നെ ഡിഫൻസ്, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ആർക്കാണ് സമ്പൂർണ്ണ അധികാരമുള്ളത്? സംസ്ഥാന സർക്കാരിനാണോ? അല്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പോയിട്ട് ഡിഫൻസിലെ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലെ എന്തെങ്കിലും കാര്യത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനോ കഴിയുമോ? ഇല്ല. അതെല്ലാം നോക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ അധികാരത്തിലുള്ള അവർക്ക് അതിലേക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരിന്റെ എന്താണ് സമ്പൂർണ്ണ അധീനതയിലുള്ള കാര്യങ്ങളെല്ലാം യൂണിയൻ ലിസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി പോലീസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഓരോ സംസ്ഥാനത്തെയും പോലീസിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഉള്ള നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണോ? അല്ല. അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരാണ്. അപ്പോൾ പോലീസൊക്കെ ഏത് ലിസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്? അത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഐറ്റംസിലൊക്കെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്താണ് നിയമങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇടപെടാനോ പുതിയുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും എല്ലാം കഴിയും. രണ്ടുപേർക്കും കഴിയുന്നതിനാണ് ഏത് ലിസ്റ്റിൽ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അധികാരമുള്ളതാണ് ഇവിടെ വരുന്നത്. എവിടെ? യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലും വരും. രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എവിടെ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 കാര്യങ്ങൾ 1976 42ാം ഭേദഗതി പ്രകാരം എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഓർത്തു വെച്ചോണം, നോട്ട് ചെയ്തോണം. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ജസ്റ്റിസ്,
വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ്. ഈ 5 കാര്യങ്ങളെ 1976 മുമ്പ് വരെ എവിടെയായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അണ്ടറിലായിരുന്നു. അതായത് സംസ്ഥാന ഗവൺമെന്റിനെ, ഓരോരോ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ അതാത് സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യായിരുന്നു? അവർക്ക് മാത്രമായിരുന്നു ഈ വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആയാലും വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ കാര്യത്തിലായാലും വൈൽഡ് ലൈഫിന്റെ കാര്യത്തിലായാലും എല്ലാം സമ്പൂർണ്ണ അധികാരം ആർക്കായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമായിരുന്നു. പിന്നീട് എന്താണ്? 1976 42 ഭേദഗതി പ്രകാരം അത് എങ്ങോട്ടൂടെ മാറി? അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറി. അപ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെന്റും അതിൽ എന്താണ് നിയന്ത്രണം കൊണ്ടുവരാം, അതുപോലെ തന്നെ നിയമങ്ങൾ കൊണ്ടുവരാം, നിയമങ്ങൾ ഭേദഗതി ചെയ്യാം. അതുപോലെ തന്നെ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിൽ ഇടപെടാൻ സാധിക്കും. അങ്ങനെ രണ്ടുപേർക്കും ഇടപെടാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നിയമങ്ങൾ പാസ്സാക്കാനോ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരാനും നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും സാധിക്കുന്നതാണ് എവിടെ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ 1976 മുമ്പ് വരെ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ജസ്റ്റിസ്, വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ് ഇതെല്ലാം എവിടെയായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. 1976 42 ഭേദഗതിയിൽ ഇത് എവിടേക്ക് മാറി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളുക. കൺകറന്റ് ലിസ്റ്റിന് എക്സാമ്പിൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് കൺകറന്റ് ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, യൂണിയൻ ലിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഏത് അമെൻമെന്റിലാണ് ഇതെല്ലാം മാറ്റിയതെന്ന് ചിലപ്പോൾ വേണേൽ തിരിച്ച് ചോദിക്കാം. ഏത് അമെൻമെന്റിലാണ്? 1976 42 ഭേദഗതി പ്രകാരമാണ് ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇനി ഈ 1976 42 ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പൊളിറ്റിയുടെ 2 സെഷൻ, അതായത് 2-3 സെഷൻ നമ്മളെന്തോ ഡിസ്കസ് ചെയ്തു. ആ എല്ലാ സെഷനിലും നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത ഒരു സംഭവമായിരുന്നു എന്ത്? 42 ഭേദഗതി. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത്? നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയായിരുന്നു? 1976 42 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടനയുടെ 42 ഭേദഗതി വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അപ്പം 42 ഭേദഗതി അറിയപ്പെടുന്ന പേരെന്താണ്? നമ്മൾ പറഞ്ഞതാണ് എന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏതിനെ? 42 ഭേദഗതി, അല്ലെങ്കിൽ വേറൊരു പേരിലൂടെ അറിയപ്പെടും ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടും. എന്തുകൊണ്ടാണ് ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? അതായത് ഈ 42 ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് എന്ത്? നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഭേദഗതിയിലാണ്? 42 ഭേദഗതിയിലാണ്. ഏത് ഭേദഗതിയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 42 ഭേദഗതി, 42nd അമെൻമെന്റ് ഓഫ് 1976. വർഷം ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. 42nd അമെൻമെന്റ് ഓഫ് 1976 എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം 1976 42 ഭേദഗതി പ്രകാരം എന്തൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ജസ്റ്റിസ്, വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ്. അപ്പം ഈ 5 കാര്യങ്ങൾ ഇപ്പം ഏത് ലിസ്റ്റിലാണെന്ന് ഓർത്ത് വെച്ചോണം. ഇതെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കാം. ഏത് ലിസ്റ്റിലാണ് ഈ 5 കാര്യങ്ങളും? ഇപ്പം അത് കൺകറന്റ് ലിസ്റ്റിന്റെ അണ്ടറിലാണ്. ഇനി 1976 42 ഭേദഗതി അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. അതെന്താണ് ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? ഈ ഭേദഗതി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഭേദഗതിയിലാണ്? 42 ഭേദഗതിയാണ്. 1976 42 ഭേദഗതിയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Ideals of liberty, equality and fraternity in Indian Constitution are borrowed from which country? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് പല പല രാജ്യങ്ങളിൽ നിന്നും ഓരോരോ ആശയങ്ങൾ കടമെടുത്ത് രൂപം കൊണ്ട ഒരു ഭരണഘടനയാണ്. അപ്പോൾ അതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ എന്നുകൊണ്ട് തീരില്ല. അതുകൊണ്ട് നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകം ഒരു വീഡിയോ ചെയ്ത് നമുക്കതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അതുടനെ തന്നെ ആ വീഡിയോ വരുന്നതാണ്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. USA, ഫ്രാൻസ്, UK, റഷ്യ. ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ്റെ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു എന്ത്?
ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. അതാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? മറക്കരുത്, എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കടമെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്ത് പഠിക്കുമെന്ന്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുവാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് USA നിന്നാണ്. യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യുഎസിൻ്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ്? അത് USSRൽ നിന്നാണ്. സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയത്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്താണ് ഈ നമ്മുടെ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, എന്താണ് ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഐഡിയ എവിടെ നിന്നാണ്, ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അത്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അത് USA നിന്നും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSRൽ നിന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇൻ വിച്ച് എലക്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് തിരഞ്ഞെടുപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള അസംബ്ലി ബൈ ഇലക്ഷൻ ഓഫ് 1982, 1982 കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ കർണാടക അസംബ്ലി ബൈ ഇലക്ഷൻ ഓഫ് 1982, ഗോവ അസംബ്ലി ബൈ ഇലക്ഷൻ ഓഫ് 1982, നാഗാലാൻഡ് അസംബ്ലി ബൈ ഇലക്ഷൻ ഓഫ് 1982. എല്ലാത്തിലും പൊതുവായിട്ടുള്ള എന്താണ്? 1982 എന്ന വർഷമാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 1982 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് ഇലക്ഷൻ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അത് ഏത് ഇലക്ഷൻ ആണെന്നുള്ള ഇനിയും നമ്മൾ അറിഞ്ഞാൽ മതി. അത് ഏത് ഇലക്ഷനാണ്? 1982 കേരള നിയമസഭയിലേക്കുള്ള എന്താണ് ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടൊരു ഇലക്ഷൻ നടക്കുന്നത്. അപ്പം മറക്കരുത്, എന്താണ്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ നിയമസഭയിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 1982 ഉപതെരഞ്ഞെടുപ്പിലാണ് എന്ത്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടിംഗ് നടക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നത് എന്നാണ്? 1951, 52 കാലഘട്ടത്തിലാണ്. നോട്ട് ചെയ്തോളം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951, 52 അപ്പം 1951 ഒക്ടോബർ 25 സ്റ്റാർട്ട് ചെയ്തിട്ട് 1952 ഫെബ്രുവരി 21 എന്ത് ഈ ഇലക്ഷൻ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1951, 52 കാലഘട്ടത്തിലാണ്. അപ്പം വേറെ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ആദ്യമായി ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ട പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. 21 വയസ്സ് പൂർത്തിയായ ആർക്കും എന്ത് ചെയ്യായിരുന്നു? വോട്ട് ചെയ്യായിരുന്നു. 21 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ സിറ്റിസൺസിന് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പം എത്രയാണ്? 18 വയസ്സാണ്, നമുക്കറിയാമല്ലോ. അപ്പം അന്ന് 1951, 52 ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. അന്ന് വോട്ട് ചെയ്യാൻ വേണ്ട പ്രായം എത്രയാണ്? 21 വയസ്സായിരുന്നു. അപ്പം ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് എന്താണ്? ഒരു മോക്ക് ഇലക്ഷൻ അവർ നടത്തി. കാരണം ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുകയല്ലേ, ആൾക്കാർക്കൊന്നും വോട്ടിങ്ങിനെ കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എന്താണ്, ഒരു പ്രാക്ടീസ് എന്ന പോലെ ഒരു മോക്ക് ഇലക്ഷൻ 1951 സെപ്റ്റംബറിൽ വരെ നടത്തി. അതിനുശേഷമാണ് ഒക്ടോബർ 25 മെയിൻ ഇലക്ഷൻ, അതായത് ഒറിജിനൽ ഇലക്ഷൻ ഇവർ നടത്തുന്നത്. അപ്പം ഒക്ടോബറിൽ ആ ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് സെപ്റ്റംബറിൽ 1951 സെപ്റ്റംബറിൽ ഒരു മോക്ക് ഇലക്ഷൻ നടത്തി എല്ലാവർക്കും എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് 1951 ഒക്ടോബർ 25 ഒറിജിനൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ഷനിൽ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയാണ്. അപ്പം ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആര്? അതും എന്താണ്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് സുകുമാർ സെൻ ആണ്. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് സുകുമാർ സെൻ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്തത് ആരാണ്? ശ്യാം സരൺ നെഗിയാണ്. ആരാണ്? ശ്യാം ശരൺ നെഗിയാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന ജനറൽ ഇലക്ഷന് ഫസ്റ്റ് വോട്ട് കാസ്റ്റ് ചെയ്യുന്നത് ശ്യാം ശരൺ നെഗിയാണ്. അദ്ദേഹം എന്താണ്? ഒരു ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂൾ ടീച്ചറാണ് ശ്യാം ശരൺ നെഗി. നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നത് 1982 കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951, 52 കാലഘട്ടത്തിലാണ്. 1951 ഒക്ടോബർ 25 ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ 1952 ഫെബ്രുവരി 21 വരെ ഉണ്ടായിരുന്നു.
അപ്പം 21 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ സിറ്റിസൺ ആയ ആർക്കും എന്താണ് 1951 ജനറൽ ഇലക്ഷന് വോട്ട് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നമ്മൾ പറഞ്ഞു 1951, 52. അപ്പം അതിലെ ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്തത് ആരാണ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ശ്യാം ശരൺ നെഗി. ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂൾ ടീച്ചറായ ശ്യാം ശരൺ നെഗിയാണ് ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ ഇലക്ഷനിലെ ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്തത് ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂൾ ടീച്ചറായ ശ്യാം ശരൺ നെഗിയാണ്. സിക്സ്ത് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദ ട്രൈബൽ ഏരിയാസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂള് ഏതൊക്കെ സംസ്ഥാനത്തിലെ ട്രൈബൽ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? എഴുതി വെച്ചോണം, നോട്ട് ചെയ്തോണം. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അസം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പം അസമിലെയും മേഘാലയയിലെയും അതുപോലെ തന്നെ ത്രിപുരയിലെയും മിസോറാമിലെയൊക്കെ ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഏത്? 6ാമത്തെ ഷെഡ്യൂൾ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. മറക്കരുത്, നോട്ട് ചെയ്ത് വെച്ചോണം, എഴുതി വെച്ചോണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ അതുപോട്ടെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും അതുപോലെ തന്നെ 22 പാർട്സുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395, 395 ആർട്ടിക്കിൾ, അതുപോലെ തന്നെ 8 ഷെഡ്യൂള്, പിന്നെ എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 22 പാർട്സുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ, എത്ര പാർട്സ്, എത്ര ഷെഡ്യൂളാണുള്ളത്? ഏകദേശം 440-ലധികം ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ 12 ഷെഡ്യൂൾസും 25 പാർട്സുമാണ് ഉള്ളത്. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിൾ, 8 ഷെഡ്യൂൾ, 22 പാർട്സ് ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പം 440-ലധികം ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ 12 ഷെഡ്യൂളും 25 പാർട്സുമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. Which ministry has launched the mission Satyanishta to sensitize the employees about ethics? എംപ്ലോയീസിനെ, ജീവനക്കാരെ എന്താണ് ധാർമ്മികതയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടി സത്യനിഷ്ഠ എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയാണ് സത്യനിഷ്ഠ എന്ന മിഷൻ ലോഞ്ച് ചെയ്തത്? ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഏതാണ്? മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. റെയിൽവേ മന്ത്രാലയമാണ് എന്ത്? സത്യനിഷ്ഠ എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ജീവനക്കാർക്ക് ധാർമ്മികതയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ അല്ലെങ്കിൽ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സത്യനിഷ്ഠ എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ റെയിൽവേസ്, അതായത് റെയിൽവേ മിനിസ്ട്രി ലോഞ്ച് ചെയ്ത, അതായത് ജീവനക്കാർക്ക് എത്തിക്സ്, ധാർമ്മികത പഠിപ്പിക്കാനായിട്ട് ലോഞ്ച് ചെയ്ത മിഷൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സത്യനിഷ്ഠ എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണെന്ന് ഇപ്പോൾ ചോദിച്ചതുപോലെ ചോദിക്കാം. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ മിഷൻ്റെ എയിം എന്താണ്? എന്തിനു വേണ്ടിയാണ് സത്യനിഷ്ഠ എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്തത് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ മിഷൻ സത്യനിഷ്ഠ ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. എന്തിനു വേണ്ടിയാണ്? ജീവനക്കാരെ, എംപ്ലോയീസിനെ എത്തിക്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി, ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് എന്ത് മിഷൻ സത്യനിഷ്ഠ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അതായത് പീരിയോഡിക് ടേബിളിലെ 2ാം ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ പൊതുവായി വിളിക്കുന്ന ഒരു പേരുണ്ട്. അതെന്താണെന്ന് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലൊന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം.